ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രെഡ് ആൻഡ് മാംഗോ പുഡിംഗ് ആണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മാങ്ങയുടെ കാലം, അതുകൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ പെട്ടെന്ന് പറയാവേ. ഇത് കുറച്ച് ബ്രെഡ് ഉണ്ട്, പിന്നെ ഒരു മാങ്ങ. ഇതിന് ഇത്രയും മാങ്ങ ആവശ്യം ഉണ്ടാകത്തില്ല, പിന്നെ നമുക്ക് ഇച്ചിരി ഗാർണിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് വെക്കാവേ. പിന്നെ കുറച്ച് ഷുഗർ വേണം, പിന്നെ ഒരു കപ്പ് പാല്, കുറച്ച് കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ പാല് ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പുണ്ട്. അതിനകത്ത് ഞാനൊരു 3 സ്പൂൺ അല്ല ഒരു കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കസ്റ്റാർഡിൻ്റെ പൗഡർ ഒന്ന് കലക്കാം ഇതിനകത്ത്. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുകൊണ്ട് വേഗം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇത് മിച്ചം വെച്ചിട്ടില്ലായിരുന്നു കുറച്ച് പാല്, അതിനകത്തോട്ട് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നിറച്ചിടണേ. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തതിനകത്ത് ഈ പാലിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം, അല്ലെ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. ഇതുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറുകുവേ. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇച്ചിരി നേരം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുവാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഷുഗറെല്ലാം ഇതിനകത്തൊന്ന് മിക്സായിട്ട് വരണം. മാംഗോ നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു മാംഗോ പ്യൂരി ആക്കണേ. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങോട്ട് എടുത്തിടാവേ. ഇതിലോട്ട് കുറച്ച് ഷുഗറൂടെ ഞാൻ ആഡ് ചെയ്യുക. അപ്പം നല്ലൊരു അതിങ്ങോട്ട് ഒരു സ്പൂൺ മതിയേ. ഇപ്പം ഞാൻ നല്ലതായിട്ട് ആ മാങ്ങ നല്ല പ്യൂരി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റാവേ. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഓരോന്നിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം. ഓരോ ലെയറാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയ പീസും കൂടി ആയിട്ട് കട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് ഇച്ചിരൂടെ ലെയർ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ ഭംഗിയായിട്ട് കിട്ടും. നമുക്കിങ്ങനെ ഈ സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ആദ്യം ബ്രെഡിൻ്റെ പീസ് വെച്ച് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ സിറപ്പ് ഇച്ചിരി ഒഴിക്കാം. ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഓരോ ലെയറിൻ്റെയും മുകളിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ള് ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഉണ്ട്, ഇതിപ്പോൾ ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഇങ്ങനെ ഓരോ പീസസായിട്ട് ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ആ മാംഗോയുടെ പ്യൂരി ഒഴിക്കാവേ. ഇതുണ്ടോ, ഇപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ആ മാംഗോയുടെ പ്യൂരി മൊത്തം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കസ്റ്റാർഡിൻ്റെ സിറപ്പും കൂടെ ഇതിൻ്റെ ടോപ്പിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ട്, ഇതിൻ്റെ ടോപ്പിലേക്ക് ഞാൻ ഇച്ചിരി കസ്റ്റാർഡിൻ്റെ സിറപ്പും കൂടെ ഞാൻ ഒഴിച്ചേ. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അതുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന മാംഗോയുടെ പീസസും കൂടെ ടോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഈ ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രീസ് ചെയ്യാവേ.